ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് ശേഷം മണിപ്പൂരിൽ പുതിയ NDA സർക്കാർ അധികാരത്തിലേക്ക്. മുഖ്യമന്ത്രിയായി യുംനാം ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. കുക്കി, നാഗ വിഭാഗങ്ങളിൽ നിന്നായി 2 ഉപമുഖ്യമന്ത്രിമാരും. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് പറഞ്ഞു. To swear in the name of God that I will bear true and faith and aligned to the Constitution of India. BJP നേതാവും സിംഗ്ജൈമ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമായ യുംനാം ഖേംചന്ദ് സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മണിപ്പൂർ ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ അജയ് കുമാർ ഭല്ല സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മണിപ്പൂരിൽ സമാധാനാന്തരീക്ഷം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും 2047-ൽ മണിപ്പൂർ വീക്ഷിത് ഭാരതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് സിംഗ്. 47 तक में इसकी ग्रोथ, नेशनल की ग्रोथ जो आना है, तो इसमें मणिपुर का भी हिस्सा लेने के लिए हमको एक रिस्पॉन्सिबिलिटी दिया. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് നെംച കിബ്ജനും നാഗ വിഭാഗത്തിൽ നിന്നുള്ള ലോസി ദിഗോയും ഉപമുഖ്യമന്ത്രിമാർ. ഡൽഹിയിൽ നിന്ന് ഓൺലൈനായാണ് നെംച കിബ്ജൻ സത്യപ്രതിജ്ഞ ചെയ്തത്. BJP-യിൽ നിന്നും നാഗ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നും ഓരോ MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കുക്കി, മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം 1 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു സർക്കാർ രൂപീകരണം. വിനീത VG, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.